കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഈ ആരാധനയ്ക്ക് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, സ്റ്റേജിലായിരിക്കുന്ന ദൈവദാസന്മാർക്കും, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം, അതിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവ താൻ അരുളി ചെയ്തതുപോലെ സാറായെ എന്ത് ചെയ്തു? സന്ദർശിച്ചു. സാറായെ സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പ്രിയ ജോൺ പീറ്ററിൻ്റെ ഭവനത്തിൽ നടന്ന കോട്ടേജ് പ്രേയറിൽ വെച്ച് ഞാൻ എടുത്ത സബ്ജക്റ്റാണത്. ഉൽപ്പത്തി പുസ്തകത്തിലെ ദൈവം സന്ദർശിച്ച വിഷയങ്ങൾ. അതുകൊണ്ട് ഇവിടെ ഞാൻ ആവർത്തിക്കുന്നില്ല. പുതിയ നിയമത്തിൽ ദൈവം സന്ദർശിച്ച ചില കാര്യങ്ങൾ സംസാരിപ്പാൻ താല്പര്യപ്പെടുകയാണ്. പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ വാക്യത്തെ ഒന്ന് ഓർത്തോണം. എന്താ? യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറായെ എന്ത് ചെയ്തു? സന്ദർശിച്ചു. അപ്പൊ ദൈവം നമ്മെ സന്ദർശിക്കുന്ന അനുഭവമുണ്ട്. ഏത് വിഷയത്തില? താൻ അരുളി ചെയ്തിരുന്നത് പോലെ. എന്തുവാ? അവൻ വാഗ്ദത്തം ചെയ്തത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അപ്പൊ വാഗ്ദത്തത്തെ നിവർത്തിക്കേണ്ടതിന് ദൈവം സാറായെ സന്ദർശിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതല്, നിന്നോടുള്ള വാഗ്ദത്തം, നിന്റെ തലമുറയോടുള്ള വാഗ്ദത്തം, നിന്റെ കുടുംബത്തോടുള്ള വാഗ്ദത്തം, നിന്റെ ശുശ്രൂഷയോടുള്ള വാഗ്ദത്തം, നിന്റെ ആരോഗ്യത്തോടുള്ള വാഗ്ദത്തം അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം വാഗ്ദത്തം നിവർത്തിക്കാതിരിക്കത്തില്ല കേട്ടോ. നമ്മൾ ദൈവവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കും പോലെ ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവമാണോ അരുളി ചെയ്തത്? ദൈവമാണോ പ്രവചിച്ചത്? ദൈവമാണോ ആലോചന തന്നത്? നിശ്ചയമായും നിന്റെ ജീവിതത്തില്, നിന്നെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് ദൈവം തന്ന ആലോചന, വാഗ്ദത്തം അവൻ നിവർത്തിക്കും. ആമേൻ. പുതിയ നിയമത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. പുതിയ നിയമത്തിലെ സന്ദർശനങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 68-ാമത്തെ വാക്യം. മൈക്കുള്ളവരൊന്ന് വായിച്ചാൽ കേൾക്കാൻ സൗകര്യമായിരുന്നു. ലൂക്കോസ് 1:68. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അടുത്തത്, അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും. അടുത്തത്, ഉദ്ധാരണം ചെയ്യുകയും. ഇതാര് പറഞ്ഞതാണെന്നറിയാമോ? സെഖര്യാവ് പ്രവചിച്ചതാ. സെഖര്യ പ്രവാചകൻ പ്രവചിച്ച പ്രവചനമാത്. സ്തോത്രം. എന്നതാ സെഖര്യാവ് പ്രവചിച്ചത്? അവന് ഒരു തലമുറയെ ദൈവം കൊടുത്തപ്പോൾ, എപ്പോൾ ഇരുവരും പ്രായം ചെന്ന്, വയസ്സ് ചെന്ന്, ആമേൻ, വൈദ്യശാസ്ത്രം വിധി എഴുതി ഇവർക്ക് മക്കൾ ഉണ്ടാകയില്ല. ഡോക്ടേഴ്സ് വിധി എഴുതിയെന്ന്. സ്വത്രം. ഡോക്ടേഴ്സ് വിധി എഴുതി
ഞാനൊന്ന് പറഞ്ഞോട്ടെ. അലക്സാണ്ടർ, ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ തലവനായ അലക്സാണ്ടർ ചക്രവർത്തിയെ നമുക്കെല്ലാവർക്കും അറിയാം. സാമൂഹ്യ പാഠത്തിൽ, സോഷ്യൽ സയൻസിൽ നമ്മളത് പഠിക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ മരണക്കിടക്കയിൽ വെച്ച് തന്റെ സൈന്യാധിപന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഞാൻ മരിക്കുമ്പോൾ നിങ്ങളത് ചെയ്യണം. മരണക്കിടക്കയിൽ കിടന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് തന്റെ സൈന്യാധിപന്മാരോട് പറഞ്ഞ 3 കാര്യങ്ങൾ. 1, എൻ്റെ ഡെഡ് ബോഡി വഹിച്ചുകൊണ്ട് അലക്സാണ്ട്രിയ പട്ടണത്തിൽ, ഞാൻ സ്ഥാപിച്ച അലക്സാണ്ട്രിയ പട്ടണത്തിന്റെ തെരുവീതിയിൽ കൂടി പോകുമ്പോൾ എൻ്റെ ഡെഡ് ബോഡി വഹിക്കേണ്ടത് ഡോക്ടേഴ്സ് ആയിരിക്കണം. ഉണ്ടോ? എൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകേണ്ടത് ഡോക്ടേഴ്സ് ആയിരിക്കണമെന്ന്. എന്നതാ അത് വിളിച്ചറിയിക്കുന്നതെന്നറിയാമോ? ഡോക്ടേഴ്സാണ് എന്നെ പരിശോധിച്ചത്, അവരാണ് എന്നെ ട്രീറ്റ് ചെയ്തത്. പക്ഷെ അവരുടെ പരിചരണം പരാജയമായി. അവർ എന്നെ കൈവിട്ടു. ഞാൻ മരണത്തിന് വിധേയപ്പെട്ടു. അതുകൊണ്ട് അവർ എന്നെ ചുമ്മിക്കൊണ്ട് നടക്കുമ്പോൾ, അവരെന്നെ ഈ വിലാപയാത്രയിൽ എൻ്റെ ഡെഡ് ബോഡിയോടൊപ്പം നടക്കുമ്പോൾ ലോകം അറിയണം, വൈദ്യശാസ്ത്രം പരാജയപ്പെടും. ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ അവന്റെ ആഗ്രഹം, എൻ്റെ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് ഡോക്ടേഴ്സ് ആയിരിക്കണം, ഫിസിഷ്യൻസ് ആയിരിക്കണം. രണ്ടാമത്തെ അവന്റെ ആഗ്രഹം, ഞാൻ സമ്പാദിച്ച സകല സമ്പാദ്യങ്ങളും ഈ അലക്സാണ്ട്രിയ തെരുവീതിയിൽ എൻ്റെ വിലാപയാത്ര പോകുമ്പോൾ അതിൻ്റെ ഇരുവശങ്ങളിലായി കൊണ്ടുവെക്കണം. എന്തിനാ അത് വിളിച്ചറിയിക്കുന്നത്? ഇങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ സമ്പാദിച്ചു നേടി, പക്ഷെ ഇതൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, കൊണ്ടുപോകുന്നില്ല. എല്ലാം ഇവിടെ തന്നെ ഇട്ടേക്കുക. എനിക്ക് കിട്ടിയ അവാർഡുകൾ, എനിക്ക് കിട്ടിയ സമ്പത്ത് എല്ലാം ഇവിടെ തന്നെ ഇട്ടേക്കുക. മൂന്നാമത്തെ അവന്റെ ആഗ്രഹം, എൻ്റെ ശവപ്പെട്ടിയിൽ കോഫിൻ്റെ 2 സൈഡിൽ ഓരോ സുഷിരങ്ങൾ ഉണ്ടാക്കണം. അതിൽ കൂടി എൻ്റെ 2 കരങ്ങളിലും പുറത്തേക്ക് ഇട്ടേക്കണം, ലോകം കാണട്ടെ. എന്താ അത് വിളിച്ചറിയിക്കുന്നത്? അനേക രാഷ്ട്രങ്ങളെ കീഴടക്കിയ, ജൈത്രയാത്ര നടത്തിയ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, നിങ്ങൾ എന്നെ ലോകത്തെ വിളിച്ചറിയിക്കുക, നിങ്ങൾ എന്നെ മഹാൻ എന്ന് വിളിച്ചു, മഹാൻ എന്ന് അഭിസംബോധന ചെയ്തു. He is the great man, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് നിങ്ങൾ എന്നെ നാമനിർദ്ദേശം ചെയ്തു. പക്ഷേ എന്നെ പോലെ നിർഭാഗ്യവാൻ ലോകത്തിൽ വേറെ ആരും കാണത്തില്ല. അവൻ്റെ കൈകൾ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത് സൂചിപ്പിക്കുന്നത്, അനേക രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ച ഞാൻ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല. സ്തോത്രം, ആമേൻ. പ്രിയ ദൈവത്തിന്റെ വൈതലേ, വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശാസ്ത്രത്തിന് ഒരിക്കലും പരാജയം ഉണ്ടാകത്തില്ല. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, അവൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. സെഖര്യാവ് വൈദ്യശാസ്ത്രം വിധി എഴുതി, ഇവർക്ക് മക്കൾ ഉണ്ടാകത്തില്ല. അങ്ങനെ തന്നെയാ വേദോസം പറയുന്നത് കേട്ടോ. അവൾ മച്ചി എന്നെഴുതി. അവൾ മച്ചിയാണെന്ന് ആര് പറഞ്ഞു? വൈദ്യശാസ്ത്രം പറഞ്ഞു. അവൾ മച്ചി, എലിസബത്ത് മച്ചി എന്ന് ആര് പറഞ്ഞു? വൈദ്യശാസ്ത്രം പറഞ്ഞു. വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു. പക്ഷേ ദൈവിക ശാസ്ത്രം ഒരിക്കലും പരാജയപ്പെടത്തില്ല. ദൈവത്തിന് ഒരിക്കലും പരാജയം സംഭവിക്കത്തില്ലെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. സ്വതന്ത്രം. ഇരുവരും പ്രായം ചെന്നവർ, വയസ്സെന്നു. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തം അവരിൽ സന്ദർശനം വന്നു.
അവരുടെ മേൽ ആ സന്ദർശനം വീണു. പ്രൈസ് ദി ലോർഡ്. എലിസബത്ത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക. ആ കുഞ്ഞ് നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ. ഈ കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന് യോഹന്നാൻ സ്നാപകൻ എന്ന് പേരിട്ട് കഴിഞ്ഞപ്പോൾ സക്കറിയാവിൻ്റെ അധരങ്ങൾ തുറന്നു. അവന്റെ നാവ് ചലിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തി പദത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ സക്കറിയാവിന്റെ അടയപ്പെട്ട അധരം ചലിക്കാൻ തുടങ്ങി. അവന്റെ വാ തുറക്കാൻ തുടങ്ങി. അവന്റെ നാവ് ചലിക്കാൻ തുടങ്ങി. അവൻ പ്രവചിച്ചു. അവൻ വിളിച്ചു പറഞ്ഞതാണ് അതിൻ്റെ 68-ാമത്തെ വാക്യം. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരിച്ചു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം എന്നെ സന്ദർശിക്കും. ദൈവം എൻ്റെ കുടുംബത്തെ സന്ദർശിക്കും. എന്നെ എൻ്റെ അവസ്ഥയിൽ നിന്ന് ഉദ്ധാരണം ചെയ്യുമെന്ന്, അതായത് മോചിപ്പിക്കുമെന്ന്, അവൻ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുമെന്ന്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ സ്ഥിതിക്ക് അവൻ സന്ദർശിച്ച് വ്യത്യാസം വരുത്തുന്നവൻ. അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ചാൽ ഉദ്ധാരണം നിശ്ചയമായും സംഭവിക്കും. ഇനി നമുക്കതിൻ്റെ 79-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 79. എവിടുന്ന? അവൻ്റെ ആർദ്ര കരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? സന്ദർശിച്ചിരിക്കുന്നു. സക്കറിയാവ് പ്രവചനം ആരംഭിച്ച് അവൻ്റെ പ്രവചനം അവസാനിപ്പിക്കുന്നത്, ഈ സന്ദർശനമൊക്കെ നടത്തിയത് ഉയരത്തിൽ നിന്നാണ്. താഴെ നിന്നല്ല, ഭൂമിയിൽ നിന്നല്ല, ഉയരത്തിൽ നിന്ന് അവൻ സന്ദർശിച്ചു. സ്തോത്രം. ഉയരത്തിൽ നിന്ന് സന്ദർശിച്ച് തൻ്റെ ആർദ്ര കരുണയാൽ സ്തോത്രം. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ദൈവം കരുണ കാണിച്ചത് കൊണ്ട് മാത്രമാ നമ്മുടെ സ്ഥിതിക്കൊക്കെ ഒരു മാറ്റം വന്നത്. സ്തോത്രം. ദൈവത്തിൻ്റെ കരുണയാണെന്ന് ദൈവഹിതത്തിനായി പൂർണ്ണമായും വിട്ടുകൊടുക്കുവാൻ നാം തയ്യാറാകണം. നമ്മെക്കുറിച്ചൊക്കെയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ഉദാഹരണം, നമ്മുടെ സാബു സഹോദരൻ കർത്തൃസന്നിധിയിൽ ഇന്ന് രാവിലെ ചേർക്കപ്പെടുവാനായിട്ടിടയായി. ശ്രദ്ധിച്ച്, ബേഥാനിയയിൽ മാർത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസർ ദീനമായി കിടന്നു. ഇവർ ആളയച്ച് യേശുവിനെ വിവരം അറിയിച്ചു. ഗുരു, നിന്റെ സ്നേഹിതനായിരിക്കുന്ന ലാസർ രോഗിയായി കിടക്കുകയാണ്, നീ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, അല്ലെ അവൻ്റെ മേൽ കൈവച്ച് അവനെ സന്ദർശിച്ചിരിക്കും. നോക്കുക, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ഞായറാഴ്ചകളിലും ദൈവം വളരെയധികം നമ്മെ സന്ദർശിച്ച അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്. നമുക്കതിനുള്ള ബന്ധത്തിലൊരു വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 16-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 7 വേഴ്സ് 16. 7:16. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ എന്ത് ചെയ്തു? ആ സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. നൈനിലെ വിധവയുടെ മകൻ്റെ സൗഖ്യം, വിടുതൽ. നൈനിലെ വിധവയുടെ മകൻ മരിച്ചു. ആ ഡെഡ് ബോഡിയും വഹിച്ചുകൊണ്ട് ശ്മശാന ഭൂമിയിലേക്ക്, ശവപ്പറമ്പിലേക്ക് യാത്ര പോകുമ്പോൾ വഴിക്ക് വെച്ച് യേശു ഇവരെ കണ്ടുമുട്ടുകയാണ്. ആ സ്ത്രീയെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട്, കരയണ്ട,
എന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കെ ചെന്ന് മഞ്ചത്തെ തൊട്ടു. ആ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആ സ്ത്രീയുടെ കൈകളിൽ, അമ്മയുടെ കരങ്ങളിൽ കൊടുത്തു. അവളുടെ കണ്ണുനീർ തുടയ്ക്കപ്പെട്ടു. ഈ സംഭവം നടന്നപ്പോൾ, അതായത് മരിച്ച വ്യക്തി ജീവിച്ചെഴുന്നേറ്റ സംഭവം കണ്ടപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്തെന്നാ? ഭയം പിടിച്ചു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ എവിടെ എഴുന്നേറ്റിരിക്കുന്നത്? നമ്മുടെ ഇടയിൽ. ഇന്ന് പകൽക്കാലം ഞാൻ പാളയം ദൈവസഭയോട് പറയട്ടെ, നമ്മുടെ മധ്യത്തിൽ, നമ്മുടെ ഇടയിൽ, നമ്മുടെ സമീപേ ഈ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. സ്തോത്രം. അവന് നിന്റെ മേൽ ചിലത് ചെയ്തെടുക്കുവാൻ പദ്ധതിയുണ്ട്. സ്തോത്രം. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എന്ത് ചെയ്തിരിക്കുക? എഴുന്നേറ്റിരിക്കുക. എന്നിട്ട് പറയുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. സ്തോത്രം. അപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്കവണ്ണം ദൈവം നമ്മുടെ മധ്യയെ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ രോഗക്കിടക്കുകളെ മാറ്റിവിരിക്കുന്ന ദൈവം, നമ്മുടെ ക്ലേശങ്ങളിൽ നിന്ന് ഉദ്ധാരണം തരുന്ന ദൈവം, ആമേൻ, നമ്മുടെ കഷ്ടങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ദൈവം, നമ്മുടെ ബുദ്ധിമുട്ടുകളെ മാറ്റിത്തരുന്ന ദൈവം, നമ്മുടെ ഞെരുക്കങ്ങൾക്ക് ഒരു അറുതി കൽപ്പിക്കുന്ന ദൈവം. നിന്റെ ശരീരത്തെ അലട്ടുന്ന ഏത് രോഗത്തെയും സൗഖ്യമാക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനാ. ശക്തിയോടെ കൈകളെ അടിച്ച്, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ആ വിടുതൽ നമുക്ക് ഏറ്റെടുക്കാം. ഇന്ന് പകൽക്കാലം ചിലരുടെ മേൽ ദൈവ വിടുതൽ അയക്കുകയാ. ചിലരുടെ കുടുംബത്തിന്റെ മേൽ ദൈവ വിടുതൽ അയക്കുകയാ. വിശ്വസിച്ച് നമുക്കത് ഏറ്റെടുക്കാം. ശ്രദ്ധിക്കൂ. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർ ദൈവത്തെ മഹത്വീകരിച്ചു. നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ദൈവത്തെ നിന്ദിക്കുന്ന സ്ഥലങ്ങളിൽ, ദൈവത്തെ പഴിക്കുന്ന സ്ഥലങ്ങളിൽ, സ്തോത്രം, ആമേൻ, നമ്മുടെ ദൈവം വലിയ ദൈവമാണ് എന്ന് പറയത്തക്ക നിലവാരത്തിൽ അവൻ തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വടക്കേ ഇന്ത്യയിലൊക്കെ വളരെയധികം പീഡകൾ ആമേൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായി ഇത്. നമ്മളത് ആമേൻ പല മാധ്യമങ്ങളിൽ കൂടി വായിച്ച് അറിയുന്നുണ്ട്. സ്തോത്രം. പോയി കാണുമ്പോഴേ അറിയത്തുള്ളൂ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മാലാവോളം നാം പ്രവർത്തിക്കണം. സുവിശേഷ വിരോധികൾ തലമുക്കിയിരിക്കുന്ന ഇടത്ത് ഇന്ന് ആ ഒറീസയിൽ ഭയങ്കര ഉണർവ് നടക്കുക. നമ്മുടെ ഓരോ സഭകളിലും ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒത്തിരി പേര് ആമൻ ജലത്തിൽ സാക്ഷിച്ച്, ഒറീസയിൽ ആമൻ ജലത്തിൽ സാക്ഷിച്ച് കർത്താവിനോട് ചേരുവാൻ ദൈവത്തിന്റെ ആത്മാവിടയാക്കി. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഗ്രഹാം സ്റ്റെയിൻസിനെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, ഫിലിപ്പ് ആൻഡ് തിമോത്തി, ഇവരെ 3 പേരെ ജീപ്പിനകത്തിട്ട് ചുട്ടുകൊന്ന സ്ഥലം ഞാൻ കാണുകയുണ്ടായി. സ്തോത്രം. അവിടെ ഇന്ന് ഭയങ്കര ഉണർവാ. ഒറീസയിൽ ഭയങ്കര ഉണർവ് നടക്കുക. അനേകായിരങ്ങൾ കർത്താവിനെ പിൻപറ്റുകയാണ്. അവർ പറയുക, യേശു മശിയാണ് ഏറ്റവും വലിയ ദൈവം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു.
ആമേൻ. ഒരു കാലത്ത് നിന്ദിച്ചവരുടെ അധരങ്ങളിൽ കൂടി തന്നെ ഈ ദൈവമാണ് വലിയ പ്രവാചകനെന്ന് പറയത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ദൈവം തൻ്റെ ജനത്തെ എന്ത് ചെയ്തിരിക്കുന്നു? സന്ദർശിച്ചിരിക്കുന്നു. സമയം പോകുന്നല്ലോ, വേഗം നമുക്ക് കൊണ്ടുപോകാം. എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എബ്രായർ 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഇത് പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുക. 8-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 8-ാം സങ്കീർത്തനം. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ഇത് എബ്രായ ലേഖനകർത്താവ് കോട്ട് ചെയ്ത് പറഞ്ഞിരിക്കുക. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. ഒരു ക്വസ്റ്റ്യൻ മാർക്കാ. എന്തുമാത്രം? ഒന്നുമില്ല. ദൈവപൈതലേ, നിന്റെ യോഗ്യത കണ്ടിട്ടല്ല ദൈവം നിന്നെ സന്ദർശിച്ചത്. നിന്റെ കഴിവോ മിടുക്കോ കണ്ടിട്ടല്ല ദൈവം നമ്മെ സന്ദർശിച്ചത്. ഒരു യോഗ്യതയും ഇല്ലാത്ത സ്ഥാനത്ത്, ഒരു യോഗ്യതയും പറവാനില്ലാത്ത സ്ഥാനത്ത് ദൈവം നമ്മെ സന്ദർശിച്ചല്ലോ. അതോർത്ത് നമുക്ക് ദൈവത്തിന് കരമുയർത്തി സ്തുതിപ്പാൻ കഴിയട്ടെ. ഒരു വാക്യം കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. പുതിയ നിയമത്തില് പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്, അല്ലേ? സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്? അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ആ വാക്യം എല്ലാവരും ഓർത്തോണം. നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട്, നാം ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ദോഷമായിട്ടും ചെയ്യുന്നതല്ല, നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ. ആരാ? അവിശ്വാസികൾ, വിശ്വാസത്തിൽ കടന്നു വരാത്തവർ. നമ്മുടെ നല്ല നടപ്പ്, നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട് ദൈവം സന്ദർശിക്കുന്ന സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണമെന്നാ? നന്നായിട്ടായിരിക്കണം. അവിശ്വാസി ആയ ഭർത്താവുള്ള ഭാര്യയെക്കുറിച്ച് വേദോസം പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങളുടെ നല്ല നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭർത്താവ് ചേർന്ന് വരുവാൻ ഇടയായിത്തീരുമെന്ന്. കാരണം ഒത്തിരി വചനമെടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന്. നമ്മുടെ നല്ല നടപ്പ് കണ്ടറിഞ്ഞ് നമ്മെ അതേ വിശ്വാസത്തിൽ കടന്നു വരാത്ത ഭർത്താക്കന്മാർ ചേർന്ന് വരുവാനിടയായിത്തീരും. പോട്ടെ, ഞാനത് വിടുകയാണ്. ഇവിടെ വായിക്കുന്നു, നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട്. സ്തോത്രം. അവിശ്വാസികളുടെ മുമ്പിൽ നമ്മുടെ നടപ്പ് എങ്ങനെയുള്ളതായിരിക്കണം? മാതൃകയുള്ളതായിരിക്കണം. മാതൃകയുള്ള നടപ്പായിരിക്കണം. മറ്റുള്ളവർക്ക് നന്നായിരിക്കേണ്ടതിന്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുവാൻ അയോഗ്യമായി നാം നടക്കരുത്. അയോഗ്യമായി നടക്കരുത്. ജഡത്തിൻ്റെ ഇച്ഛകളെ വെടിഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇച്ഛകൾക്കൊത്ത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി നടക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവർ നശിച്ചു പോകാൻ ഇടയായി തീരല്ലേ. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യാക്കോബിൻ്റെ 13 മക്കളിൽ ഒരേ ഒരു
പെൺമകളുണ്ടായിരുന്നു, ദീന. നമുക്കെല്ലാവർക്കും അറിയാം. ശേഖേം പട്ടണത്തിൽ യാക്കോബും മക്കളും എത്തിച്ചേർന്നു. അവിടെ എത്തി അവർ കൂടാരമടിച്ച് ശേഖേമിൽ താമസിക്കുമ്പോൾ യാക്കോബിൻ്റെ മകൾ ദീനാമ്മയ്ക്ക് ഒരു ചിന്ത വന്നു. ഒന്ന് പട്ടണമെന്ന് കണ്ടാൽ കൊള്ളാം, പട്ടണമെന്ന് കണ്ടാൽ കൊള്ളാം. അവൾ ഒരുങ്ങിച്ചമഞ്ഞ് പട്ടണം കാണാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. അതിൻ്റെ അനന്തരഫലം നമുക്കറിയാം. ശേഖേം പാപം ചെയ്തു. ശേഖേം പാപത്തിലകപ്പെടാനിടയായി. അതിൻ്റെ റിസൾട്ട് അവിടെ ഒരു രക്തപ്പുഴ ഒഴുകി. ലേവിയും ശിമയോനും വാളെടുത്ത് വെട്ടാൻ തുടങ്ങി. രക്തപ്പുഴ ഒഴുകി. ശ്രദ്ധിക്കൂ, ഈ ദീന പാപം ചെയ്തോ? ഇല്ല. അവൾ ചെയ്തത് വേഷവിധാനങ്ങളൊക്കെ ധരിച്ച് ഇറങ്ങിത്തിരിച്ചു. മറ്റൊരാൾ ദീനാ നിമിത്തം പാപം ചെയ്യാനിടയായി. അതുകൊണ്ട് പ്രത്യേകം നാം ശ്രദ്ധിക്കണം. നാം പാപം ചെയ്യുന്നില്ലെങ്കിലും നാം മൂലം, നമ്മുടെ നടപ്പ് മൂലം, നമ്മുടെ സംസാരം മൂലം, നമ്മുടെ പ്രവൃത്തി മൂലം മറ്റൊരാൾ, അവിശ്വാസിയായ വ്യക്തി, ആമേൻ, നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത്. അതുകൊണ്ട് നമ്മുടെ നടപ്പ് ദൈവകൃപയ്ക്ക് അനുയോജ്യമായിരിക്കണം. നിങ്ങളുടെ നടപ്പ് നന്നായി ഇരിക്കണം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക, വേദപുസ്തകം അടച്ചു വെക്കുക. ഒരു നിമിഷം ദൈവത്തിൻ്റെ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ശോധന ചെയ്തേൽപ്പിക്കാം. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യും. നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു. അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തേണ്ടതിന് അവൻ നമ്മെ സന്ദർശിക്കുന്ന ദൈവമാണ്. പ്രിയ ദൈവപൈതലേ, ദൈവം നിന്നെ സന്ദർശിക്കും കേട്ടോ. ദൈവം നിന്റെ തലമുറയെ സന്ദർശിക്കും, നിന്റെ കുടുംബത്തെ സന്ദർശിക്കും. ഒരു വലിയ വ്യതിയാനം വരുത്തേണ്ടതിന് ഒരു നിമിഷം ദൈവത്തോടൊന്ന് പറ, ദൈവമേ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെ പ്രിയപ്പെട്ടവളെ, എൻ്റെ തലമുറയെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മാതാപിതാക്കളെ നീ ഒന്ന് സന്ദർശിക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പറയാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ ഓമനക്കുമാരനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കർത്തൃ ദിവസത്തിൽ നിന്നെ ആരാധിപ്പാൻ ഈ ആലയത്തിൽ കടന്നു വരേണ്ടതിന് അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. അപ്പ, നീ ഞങ്ങളെ സന്ദർശിക്കുന്ന ദൈവമാണല്ലോ. ഞങ്ങളുടെ ഇടയിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയത്തക്ക നിലവാരത്തിൽ നീ നിന്റെ ജനത്തെ സന്ദർശിച്ച് അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നവനാകിയാൽ സ്തോത്രം ചെയ്യുന്നു. അപ്പ, അവിടുത്തെ കരങ്ങളിൽ ഈ ജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നയോളം നടത്തിയ നല്ല നാഥനെ തുടർന്നു അവിടുത്തെ ശാശ്വത ഭുജത്തിൽ ഈ ജനത്തെ വഹിച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം ചൊല്ലി അടിയന്റെ വലതുകരം ഉയർത്തി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹ വിഷയമായി തീരട്ടെ. മഹത്വം അങ്ങേക്ക് തരുന്നു. വിശേഷാൽ കർത്താവേ, നടക്കുവാൻ പോകുന്ന ഉപവാസ പ്രാർത്ഥനയെ ഓർക്കുന്നു. അത് അനുഗ്രഹകരമായി തീരണമേ. നടക്കുവാൻ പോകുന്ന ജൽ കൺവെൻഷനായി പ്രാർത്ഥിക്കുന്നു. അത് അനുഗ്രഹകരമായി തീരണമേ. ഇതിലൊക്കെ നിന്റെ നാമം മഹത്വപ്പെടുവാൻ അപ്പ നീ സഹായിക്കും. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും
നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നേക്ക് കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന്റെ കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.